നമസ്കാരം. സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛൻ എന്ന നോവലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചില ഇടങ്ങളുണ്ടെന്ന് ഞാൻ പറയും. ഒരു ജയിൽ, മെൻ്റൽ ഹോസ്പിറ്റൽ, പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ്, അല്ലേ? മൂന്നും കാണേണ്ടത് തന്നെ. മനുഷ്യരുടെ അഹന്ത കുറക്കാൻ അത്തരം സന്ദർഭങ്ങൾ സഹായിക്കും. തപോമൈ സമ്മതിച്ചു. എന്നാൽ ഇക്കാലത്ത് അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട്: അഭയാർത്ഥി ക്യാമ്പുകൾ. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവൽ അഭയാർത്ഥി ജീവിതവും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളെ എങ്ങനെയാണ് കഥാപാത്രങ്ങൾ നേരിടുന്നത് എന്നും ആ നോവലിൽ ഉപയോഗിക്കുന്ന നിഗൂഢ ഭാഷകളുടെ പിന്നിലുള്ള കഥകളുമാണ് അന്വേഷിച്ചിറങ്ങുന്നത്. ഒരു നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എത്രമാത്രം വൈകാരിക തലങ്ങളുള്ള മനുഷ്യരെയാണ് ഓരോ അഭയാർത്ഥി ക്യാമ്പുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നതാണ്. അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും മുഖാമുഖം കാണേണ്ടി വരുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ കഥയാണിത്. അഭയാർത്ഥിത്വം, വേരുകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, നിരുപാധികമായ സ്നേഹം എന്നിവ നോവലിൻ്റെ പ്രധാന പ്രമേയങ്ങളായി വായിക്കാം. നോവലിൻ്റെ ഊന്നൽ അഭയാർത്ഥികൾക്കും അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കുമാണ്. തപോമയി കേന്ദ്ര കഥാപാത്രമാണ്. അഭയാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ സ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റ് ഉദ്യോഗം അവസാനിപ്പിച്ച ആളാണ് തപോമയി. വേര് നഷ്ടപ്പെട്ടവരുടെയും കേവലം നിഴലായി മാത്രം ജീവിതം തള്ളി നീക്കുന്നവരുടെയും നല്ല ജീവിതത്തിനു വേണ്ടി സ്വന്തം ജീവിതം അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങളെപ്പോലും മറന്നു പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യവും ഇച്ഛാശക്തിയുമാണ് തപോമയെ വ്യത്യസ്തനാക്കുന്നത്. നോവലിൻ്റെ കാതൽ അഭയാർത്ഥി ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളാണ്. സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന മനുഷ്യർ തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് അഭയം തേടുന്നു. ഇവരുടെ ജീവിതം നിസ്സഹായതയുടെയും അസ്ഥിരതയുടെയും പ്രതീകമാണ്. നോവലിൽ പരാമർശിക്കുന്ന ഷെൽട്ടർ എന്ന സംഘടന വഴി അഭയാർത്ഥികൾക്ക് ലഭിക്കുന്ന സാമൂഹിക സഹായങ്ങൾ പോലും താൽക്കാലിക ആശ്വാസം മാത്രമാണ്. തങ്ങളുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഉപേക്ഷിച്ച് പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ അവർ നിർബന്ധിതരാകുന്നു. നോവലിൽ ഒരു നിഗൂഢ ഭാഷകൾ, എഴുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡയറിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളെല്ലാം വായിക്കാൻ കഴിയും. പോയ കാലത്തെ തൻ്റെ മകനിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഗോപാൽ ബർവ ഒരു പ്രാചീന ലിപിയിൽ സ്വന്തം ജീവിത കഥ മുഴുവൻ രേഖപ്പെടുത്തി വെക്കുന്നത്. അത് മറ്റാരും വായിക്കരുത് എന്ന നിർബന്ധം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും ആ ഒരു ഡയറിയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ കഥയെല്ലാം, ഈ ഒരു നിഗൂഢ ഭാഷയെല്ലാം ഒരാൾ തിരിച്ചറിഞ്ഞ് വായിക്കുമെന്ന പേടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് സ്വന്തം മകനിൽ നിന്ന് മറച്ചു വെക്കണമെന്ന ഒരു ആവശ്യവും അവിടെ പറയുന്നുണ്ട്. ആധുനിക മനുഷ്യൻ്റെ വ്യക്തിബോധം, മാനസിക സംഘർഷം, വ്യക്തിത്വം നഷ്ടപ്പെടൽ, കുറ്റബോധം, പാപബോധം തുടങ്ങിയ ഒരുപാട് ഭാവനകൾ, ആശയങ്ങൾ നമുക്ക് ഈ നോവൽ വായിക്കാൻ കഴിയും. ഈ ഒരു നോവലിൻ്റെ ഒരു കാതലായ ഭാഗം ഓർമ്മകളുടെ ഭാരമാണ്. നഷ്ടപ്പെട്ട ഭൂതകാലത്തെക്കുറിച്ച് അതിൽ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നമുക്ക് ഈ നോവലിൽ വായിക്കാൻ കഴിയും. അഭയാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പഴയ ഓർമ്മകൾ ഒരു ഭാരമാണ്. നഷ്ടപ്പെട്ട നാട്, പ്രിയപ്പെട്ടവർ, സുരക്ഷിതമായ ഭൂതകാലം എന്നിവ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മയും വർത്തമാനവും തമ്മിലുള്ള സംഘർഷം ഈ തപോമയുടെ നോവലിൽ ഉടനീളം നമുക്ക് വായിക്കാൻ കഴിയും. പഴയകാല അനുഭവങ്ങൾ വർത്തമാന ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോവൽ പരിശോധിക്കുന്നു. ഓർമ്മകളെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോഴും ഭൂതകാലം ഒരു നിഴല് പോലെ നിരന്തരം അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നോവൽ നമ്മോട് പറയുന്നത്.